നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC പൊളിറ്റിക്കൽ സയൻസിൻ്റെ BPSC 142 യൂണിറ്റ് 1 ആദ്യത്തെ യൂണിറ്റാണ് ഇന്ന് പരാമർശിക്കുന്നത്. ഇന്ന് ഒരു യൂണിറ്റേ ഉള്ളൂ. ഇത് ഇത്തിരി നീളം കൂടിയ യൂണിറ്റാണ്. തുടക്കം ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ആയത് കൊണ്ട് ഇത്തിരി നീളമുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി മാക്സിമം ഞാൻ കൊണ്ടിരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെയും ലെസൺ വലുതാണ്, വായിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസിനെ പറ്റിയുള്ള ഇന്ത്യയിലുള്ള ഫോറിൻ പോളിസി, വിദേശ നയത്തെ എങ്ങനെ കൊണ്ടുവന്നു, എന്തുകൊണ്ടാണ് അത് എങ്ങനെയൊക്കെ മാറിയത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ട് പരാമർശിച്ച് പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യകാലത്ത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ടൈമിൽ നമ്മുടെ ഒരു നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും 1932 ഒരു ഫോറിൻ പോളിസി, അതായത് ഇന്ത്യ ഫോറിൻ പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും വിദേശ നയം ആണ്, ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അതിന്റെ ചെയർമാൻഷിപ്പ് നെഹ്റുവിനാണ്. മൻമോഹൻ ലോയിയാണ് സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളുടെ ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടാണ്, എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ ലെസണിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്, ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വിദേശ നയം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ വിദേശ നയത്തിന് ഒരു കോംപ്രിഹെൻസീവ് ഫോറിൻ പോളിസി എന്ന് പറയാം, ഒരു ഒതുക്കി പിടിച്ചിട്ടുള്ള ഒരു വിദേശ നയമായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇതിനെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യണം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അപ്പൊ അനലൈസ് ചെയ്ത് വരുമ്പോൾ ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചോ അതിൻ്റെയൊക്കെ ഒരു പരാമർശം, അതിൻ്റെയൊക്കെ ഒരു എവല്യൂഷണറി ചേഞ്ചസ്, പരിണാമമായിട്ടാണ് ഈ ഫോറിൻ പോളിസി അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ രാജതന്ത്രം, നയതന്ത്രപരമായിട്ടുള്ള ഫോർമേറ്റീവ് പീരീഡ്സ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസ് മുമ്പ് എന്തായിരുന്നു, എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മളുടെ പോളിസീസ് ഇങ്ങനെ വരുന്നു, എന്തായിരുന്നു നമ്മൾക്കുള്ള താല്പര്യം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യം. നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഈ നയതന്ത്രപരത്തില് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും, അല്ലെങ്കിൽ ഭൂഗോള പോളിറ്റിക്സിന് അല്ലെങ്കിൽ ഭൂഗോള ചരിത്രം നോക്കുമ്പോൾ ഒരു ഫോറിൻ പോളിസി, നമ്മളുടെ നയതന്ത്രപരത്തിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ടൈമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വേൾഡ് വാർ ടൈമില് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾക്ക് ഉത്ഭവം എങ്ങനെയാണ്, നമ്മളുടെ ഈ നയതന്ത്രം ഉത്ഭവിച്ചത് കൊളോണിയൽ റൂൾ ടൈമില്. ആ കൊളോണിയലിസം കഴിഞ്ഞ ശേഷം ഇന്ത്യ ഫ്രീ ആകുകയും, ആ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ഉദ്ദേശം, ജവഹർലാൽ നെഹ്റു വന്നിട്ട് കൂടുതലായിട്ടും ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങേര് എന്താ ചെയ്ത് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുക, ഒരു സൈഡില് അമേരിക്കന്റെ സൂപ്പർ പവർ, അടുത്ത സൈഡില് USSRന്റെ അല്ലെങ്കിൽ റഷ്യ നമ്മുടെ അടുത്താണെങ്കിൽ കൂടിയും അതും ഒരു സൂപ്പർ പവറാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളുടെ നയതന്ത്രപരമായ പോളിസികൾ ഉണ്ടാക്കാൻ എന്നുള്ളത് ബുദ്ധിമാനായ നെഹ്റുവിന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് വളരെ ജെന്റിലായിട്ടും വളരെ ആലോചിച്ചിട്ടാണ് ഈ നമ്മൾ നയതന്ത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഉത്ഭവത്തിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു വിദേശ നയം ഉണ്ടാക്കാൻ ആലോചിക്കുകയും വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിനെപ്പറ്റി ഷാർപ്പായിട്ട് എടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഏതിൻ്റെ ബേസിസിലാണ് നമ്മുടെ വാല്യൂസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഏതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ആ സമയത്ത് ഫ്രീഡം സ്ട്രഗിള്, ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീഡം അമേരിക്കൻ ബ്രിട്ടീഷ് കൊളോണിയൽ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഫ്രീഡം മൂവ്മെന്റ് ടൈമിൽ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അഹിംസ,
സത്യാഗ്രഹ, സ്വദേശി മൂവ്മെന്റ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡിങ്സ് ആയിരുന്നു, യൂട്ടിലൈസ് ചെയ്തിരുന്നു നമ്മളുടെ ഈ അതായത് നമ്മളെ മദർ കൺട്രിയോട് അഹിംസ പാലിക്കണം, സത്യാഗ്രഹം വഴി ഞങ്ങൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെയായ സ്വദേശിയില് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വസ്ത്രം ഉപയോഗിക്കാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയും, അതൊക്കെ നമ്മൾ ഫ്രീഡം മൂവ്മെന്റ് ടൈമിൽ, ബോയ്കോട്ട് മൂവ്മെന്റ് ടൈമിൽ വരുന്നുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയിൽ ഇത്രയും മാത്രമല്ല, ഇന്ത്യയിൽ ഒരു മതക്കാർ മാത്രമല്ല താമസിക്കുന്നത്. ഇവിടെ പലവിധമായ മതങ്ങളുണ്ട്, പലവിധമായ ഭാഷകളുണ്ട്, പലവിധമായ സംസ്കാരങ്ങൾ ഉണ്ട്, കൾച്ചറുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രീഡം മൂവ്മെന്റ് ആണ്. ആ ഫ്രീഡം മൂവ്മെന്റിനെ കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ നശിപ്പിക്കാണ്ടിരിക്കാനും അതിനെ വേണ്ട വിധത്തിൽ ശരിയായ ദിശയിൽ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആണ്, ഈ പോളിസികൾ ഉണ്ടാക്കുന്നതിൽ വളരെ കെയർഫുൾ ആയിരുന്നു. ഇനി നാലാമതായിട്ട് നമ്മൾ പോയിന്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നാലാമതായിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ അനുഭവങ്ങൾ, നമ്മൾ എന്തൊക്കെ അനുഭവിച്ചോ അതിനെ ചെറിഷ് ചെയ്തുകൊണ്ട്, അതിന്റെ അനുഭവങ്ങളുടെ അടിത്തറയിൽ നമ്മളെ എല്ലാവർക്കും ഈക്വാലിറ്റി കിട്ടണം, അല്ലെങ്കിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പാടില്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണം, എല്ലാവർക്കും ന്യായം കിട്ടണം, എല്ലാവർക്കും ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കണം, എല്ലാ രാജ്യത്തിനും അതാത് രാജ്യത്തിലുള്ളവർക്കും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസും ഉണ്ടാക്കണം എന്നുള്ള പോളിസിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വേൾഡ് മുഴുവനും നമ്മളുടെ പോളിസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യ ഫ്രീഡം കിട്ടി, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം വന്നിട്ട് ഗ്രൗണ്ട് ലെവലിൽ നമ്മളുടെ ഉദ്ദേശം ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് സോവർണിറ്റി, ഇതായിരിക്കും നമ്മളുടെ ഉദ്ദേശമായിട്ട് വരിക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതേസമയം ഓരോ ആനുവൽ സെഷൻ നടത്തുമ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്നതും ഈ നമ്മളുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ റെയിൽവേസ് ഇല്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോളനി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് റെയിൽവേസ് തുടങ്ങുന്നത്. റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റം, ടാക്സ് സിസ്റ്റം, പുതിയതായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടെക്സ്റ്റൈൽ മിൽസ്, ഇതൊക്കെ ഉണ്ടാക്കിയത് ആ കാലഘട്ടത്തിലാണ്. അതായത് ബ്രിട്ടീഷിന്റെ കൊളോണിയൽ ഗവൺമെന്റ് ടൈമില് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി വലിയ നീളത്തില് റെയിൽവേസ് ഉണ്ടാക്കി. ആദ്യത്തെ റെയിൽവേ ബോംബെ ടു പൂനെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും തുടങ്ങി. കാരണം ഈ ഡോക്യുമെന്റ്സ് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് ചെല്ലണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം വന്നു. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ ഒരു ടാക്സേഷൻ ഉണ്ടാക്കി. ഓരോ നമ്മൾ നേരത്തെ മഹൽവാരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ടാക്സസ് ഒക്കെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് ടാക്സസ്. ആ ടാക്സ് കൊണ്ടാണ് ഈ ഗവൺമെന്റിന് റവന്യൂ വരുന്നത്. അപ്പൊ ആ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് പിന്നെ പുതിയതായിട്ടുള്ള ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുതിയതായിട്ട് ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കോട്ടൺ ആണ്. ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കോട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് വളരെ സപ്പോർട്ട് കൊടുക്കുകയും അതേമാതിരി തന്നെ ഡൈയിന്റെ പർപ്പസിന്, കളറിന്റെ പർപ്പസിന് വേണ്ടി ഇൻഡിഗോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇന്ത്യയില്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി. കാരണം ഇതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ഫാക്ടറിക്കാണ് കളർ വ്യത്യാസം ഉണ്ടാക്കുക. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇന്ത്യ വിഭജിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലത്ത്, പല ഭാഗങ്ങളായിട്ട് കിടന്നിരുന്ന ഇന്ത്യനെ ഒരു ഒറ്റക്കെട്ടാക്കി കൊണ്ടുവരാൻ പറ്റി. ആ ഒരു ഉപകാരം ബ്രിട്ടീഷുകാരുടെ ഈ സിസ്റ്റംസ് ഒക്കെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ ഒറ്റ കെട്ടാക്കി കൊണ്ടുവരാൻ സഹായിച്ചു എന്ന് പറയാം. ഇനി ഹരിപുര സെഷനില്, ഈ ഹരിപുര സെഷൻ 1938 നടക്കുന്നു. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഈ സംസാരിച്ചത്. ആദ്യത്തെ കാര്യം എന്ന് പറയാൻ, ആകെ മൊത്തം
ലോകം മുഴുവൻ ആയുധങ്ങൾ മാറ്റണം, ഡിസാമമെന്റ്. അതായത് ഇത് കാലഘട്ടം ഞാൻ പറഞ്ഞു വേൾഡ് വാർ ടൈമാണ്. അപ്പോൾ ഡിസാമമെന്റ് എന്ന് പറഞ്ഞാൽ ആംസിനെ മാറ്റുക, അല്ലെങ്കിൽ ആയുധങ്ങളെ മാറ്റുക. യൂണിവേഴ്സൽ ആയിട്ട് ആയുധങ്ങളെ മാറ്റണം. ഒരു കൺട്രിയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള സെക്യൂരിറ്റി വേണം. എല്ലാ മനുഷ്യർക്കും, ഒരു ഗ്രൂപ്പിന് മാത്രം, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനും അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മാത്രമല്ല സെക്യൂരിറ്റി ഉണ്ട്. എല്ലാ മനുഷ്യ ജീവികൾക്കും സെക്യൂരിറ്റി വരണം. അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ഈ ഹരിപുര സെഷനിൽ ഡിസ്കസ് ചെയ്തതും പ്രിൻസിപ്പിൾസ് ആയിട്ട് അവർ ഊന്നി പറഞ്ഞതും ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എത്രത്തോളം ഇന്ത്യൻ പോളിസിയിൽ, ഇന്ത്യൻ വിദേശ നയതന്ത്രത്തിൽ നമ്മൾ കൊണ്ടുവന്നു എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ജയ്പൂർ സെഷൻ അടുത്തത് 55ാമത്തെ സെഷനാണ്. അത് ജയ്പൂരിലാണ് നടക്കുന്നത്. 1948 ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രൊമോഷൻ, എന്ത് പ്രൊമോഷനാണ് ഉണ്ടാക്കുന്നത്? ആകെ മൊത്തം ലോകം മുഴുവനും പീസായിരിക്കണം, ലോകം മുഴുവൻ ശാന്തി കിട്ടണം, ലോകം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം. അതായിരുന്നു നമ്മളുടെ കുറിക്കോൾ. അപ്പൊ ഈ എല്ലാ വിധത്തിലുള്ള രാജ്യങ്ങൾക്കും ഒരു കാരണവശാലും ഈ തൊലിപ്പുറത്ത ഡിസ്ക്രിമിനേഷൻ, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഓർ ബ്രൗൺ, ആ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം പാടില്ല. എല്ലാരെയും ഒരേമാതിരി ട്രീറ്റ് ചെയ്യണം, എല്ലാവർക്കും ഒരേമാതിരി ട്രീറ്റ്മെന്റ് കിട്ടണം. നമ്മള് ചരിത്രം പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, മഹാത്മാഗാന്ധിനെ അവര് ട്രെയിനിൽ നിന്ന് ഇടിച്ച് താഴെ വിടുന്നു. കാരണം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായാലും അവിടെ ഇരിക്കാൻ പാടില്ല. ആ വിവേചനം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ അവസാനിപ്പിക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഡെവലപ്മെന്റ് ഒരു രാജ്യം മാത്രമല്ല, ഫുൾ ലോകം മുഴുവനും ഈ പോളിസി തന്നെയാണ് നമ്മൾ അടിവരയിട്ട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ കൊണ്ടുവന്നത്. കാരണം ഇതിനെ നിർത്തലാക്കണം എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഉദ്ദേശം. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആരാണ്? നെഹ്റു തന്നെയാണ്. ഫോറിൻ നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് നമ്മളുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റു തന്നെയാണ്. അത് കൂടാണ്ട് നെഹ്റുവിന്റെ കൂടെ കൈ കോർക്കാനായിട്ട് വന്നു ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, യുഗസ്ലാവ്യ. ഇവരെല്ലാരും കൂടെ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഒരു നോൺ അലൈൻമെന്റ് പോളിസി. അതായത് നമ്മൾ ഈ പുതിയതായിട്ട് ഫ്രീഡം കിട്ടിയ രാജ്യങ്ങൾ USSRോടും ജോയിൻ ചെയ്യില്ല, 2 വലിയ സൂപ്പർ പവറിന്റെ കൂടെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു ആദ്യമായിട്ട് ഒരു നയതന്ത്രപരമായ ഒരു പോളിസിയാണ് നോൺ അലൈൻമെന്റ് പോളിസി. അപ്പോ ഇതിൽ നമ്മൾ ഒരു പഞ്ചശീലം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡോക്ട്രിൻ ഓഫ് പഞ്ചശീലം എന്ന് പറയുമ്പോൾ ഇവിടെ 5 ശീലങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാധാന്യത്തായിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാല്, നമ്മളുടെ ആൾക്കാരുടെ അവരുടെ സ്ഥലത്തിന് റെസ്പെക്ട് കൊടുക്കുക, മര്യാദ കൊടുക്കുക, അവർക്ക് വേണ്ട വിധത്തിൽ കിട്ടേണ്ട മര്യാദ കൊടുക്കുക. ആദ്യത്തത് പഞ്ചശീലില് ഈ ഡോക്ടർ പഞ്ച് എന്ന് വെച്ചാൽ 5 എന്നർത്ഥം, ശീലം എന്ന് വെച്ചാൽ ഹാബിറ്റ്സ് എന്നർത്ഥം. ഇത് ഹിന്ദി വേർഡാണ് പഞ്ചശീൽ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സോവർണിറ്റിയും അവരുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിനെയും മാനിക്കുക. അടുത്തതായിട്ട് അടുത്തുള്ളവരുടെ കാര്യങ്ങളിൽ, അതായത് അടുത്ത രാജ്യത്തിന്റെ കാര്യങ്ങൾ, ഇന്റേണൽ അഫയേഴ്സിൽ തലയിടാണ്ടിരിക്കുക. മൂന്നാമതായിട്ടുള്ള ശീലം എന്താന്ന് വെച്ചാൽ പരസ്പരം റിലേഷൻഷിപ്പ് എങ്ങനെ കണ്ടായിരിക്കണം? സമത്വത്തോടെയും സമാധാനപരമായ കോഎക്സിസ്റ്റൻസ് വേണം. നമ്മൾ ജീവിക്കണം, നമ്മളോടൊപ്പം അടുത്തവരെയും ജീവിക്കാൻ അനുവദിക്കണം. അതാണ് കോ എക്സിസ്റ്റൻസ് എന്ന് പറയാ. അപ്പൊ ഇത് മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡിലാണ് 4 കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശീലങ്ങൾ, നെഹ്റുവിന്റെ ഐഡിയാസുമാണ് നമ്മൾ ഇവിടെ പ്രാധാന്യമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആ പ്രാധാന്യം എന്തൊക്കെയാന്ന് വെച്ചാൽ ആന്റി റേസിസം, ആന്റി അപ്പാർത്തൈഡ്, ആന്റി ഇമ്പീരിയലിസം. അതായത് റേസിസം, ഞാൻ നേരത്തെ പറഞ്ഞു തൊലിപ്പുറത്തുള്ള വ്യത്യാസം, ഇങ്ങനത്തെ ഇതൊക്കെ നമ്മള് ഇന്ത്യയിൽ നമ്മുടെ
വാർ നടക്കുന്ന സമയത്ത്, അതായത് ഇന്റർനാഷണൽ നമ്മള് മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ടൈമില് ഗാന്ധിയുടെ പോളിസികളായിരുന്നു, അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നെഹ്റു എടുത്ത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി, അതായത് ഇന്റർനാഷണൽ ലോ ഉണ്ടാക്കുക, ഒരുമിച്ചുള്ള എല്ലാവർക്കും കളക്റ്റീവായിട്ടുള്ള ഒരു സുരക്ഷ കൊടുക്കുക, ഡിപ്ലോമസി നയതന്ത്രപരമായിട്ടുള്ള വർത്തമാനത്തിൽ കൂടെയും വാർ അല്ലെങ്കിൽ യുദ്ധവും അതിന്റെ പരിണാമങ്ങളും അവസാനിപ്പിക്കുക, സമാധാനപരമായ സംസാരത്തിൽ കൂടെ നമ്മളുടെ വീഴ്ചകളെ സംസാരിക്കുക, ഡിസാർമമെന്റ് ആയുധങ്ങൾ നിരായുധമാക്കി മാറ്റുക, ഓരോരുത്തരുടെയും രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയിൽ നമ്മൾ തലയിടാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ നമ്മളുടെ നയതന്ത്രത്തിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുകയും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോറിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തത്. ഇന്ത്യൻ റിലേഷൻസ്, ഇന്ത്യ എങ്ങനെയായിരിക്കും ബാക്കിയുള്ള അടുത്ത രാജ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുക, എന്തായിരിക്കും ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ ഈ റൂൾസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ ഫോറിൻ പോളിസിയിൽ. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാർ ടൈമില് എല്ലാ വിധത്തിലും പവർ പോളിറ്റിക്സ് എന്നൊരു അർത്ഥമുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളവർ ഏറ്റവും പവർ ഉപയോഗിക്കും അവരുടെ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. അപ്പോൾ ഇവിടെ കോൾഡ് വാർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് US വെസ്റ്റേൺ സൈഡ് US അതിന്റെ യൂറോപ്യൻ കൺട്രികളും, ഈസ്റ്റേൺ സൈഡിൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ നമ്മളുടെ അടുത്താണ്. അതെങ്കിൽ USSR വളരെ ഇന്ത്യയുടെ ഭൂചരിത്രത്തിൽ അല്ലെങ്കിൽ ജോഗ്രാഫിക്കലി ക്ലോസ് ആണ്. അവരും പവർഫുൾ ആണ്. USS കുറച്ച് ദൂരെയാണ്, പക്ഷെ അവര് കുറച്ചുകൂടെ ടെക്നോളജിക്കലി അവർ കുറച്ചുകൂടെ പവറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ജോയിൻ ചെയ്താൽ അടുത്തുള്ളവർ നമ്മൾക്ക് ട്രബിൾ തരും, ഇവിടെ ജോയിൻ ചെയ്താൽ അവിടെയുള്ളവർ ട്രബിൾ തരും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ രണ്ടിലും ജോയിൻ ചെയ്യേണ്ട, നിരുപാധികം നമ്മൾ ഒറ്റയ്ക്ക് തനിയെ നിൽക്കുക എന്നുള്ള ഈ നോൺ അലൈൻമെന്റ് പോളിസി നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോ ഈ കോൾഡ് വാർ ടൈമിലുള്ള സൂപ്പർ പവേഴ്സിന് അവര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള കൺട്രികളോട് മുഴുവൻ പറയും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരൂ. പുതിയതായിട്ട് സ്വാതന്ത്ര്യം കിട്ടി കൊളോണിയൽ പവർ മാറി അവര് വളർന്നു വരുന്ന കൺട്രികളോടാണ്. അപ്പോ അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരണം എന്ന്. USA പറയും, USSR പറയും ഞങ്ങളുടെ കൂടെ ചേരണം. അപ്പോൾ ഇത് രണ്ടിലും വേണ്ട എന്നുള്ള ഈ പോളിസി ആദ്യമായിട്ട് എടുത്തത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. ആ നോൺ അലൈൻമെന്റ് കൊണ്ടുവരികയും അതിൽ കൂടെ ഒരു പോളിറ്റിക്സിലും നമ്മളില്ല, ബ്ലോക്ക് പോളിറ്റിക്സിലില്ല, ഒരു വിധത്തിലുള്ള യുദ്ധത്തിലില്ല, ഒരു വിധത്തിലുള്ള മിലിറ്ററിയോ അല്ലെങ്കിൽ പടക്കോപ്പുകളിൽ കൂടെ അതിനോട് ചേർന്നുകൊണ്ട് പോകുന്നില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ള ഒരു ശീലത്തിൽ കൂടെ പോകാൻ പോണു. നിങ്ങൾ യുദ്ധത്തിന് വിളിച്ചാലും ഞങ്ങളില്ല എന്നുള്ള ആ പോളിസിയിലാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ അഫയേഴ്സ് എത്രത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സിൽ കണ്ടിന്യൂ ചെയ്യാം, എത്രത്തോളം ഇന്ത്യക്ക് US ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയലൈസേഷൻ ആണോ അല്ലെങ്കിൽ ഫുഡ് ഷോർട്ടേജ് ആണോ, ഇതിലൊക്കെയാണ് നമ്മൾക്ക് സഹായിക്കാൻ പറ്റുക. അല്ലാണ്ട് വാറിലും യുദ്ധത്തിലും പടക്കോപ്പുകൾ കൂട്ടുന്നതിലും നമ്മൾ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യാം. പക്ഷെ ഒരു രാജ്യത്തിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള യുദ്ധത്തിന് വേണ്ട കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പടക്കോപ്പ് ശേഖരങ്ങളിലേക്കോ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല എന്ന് വേൾഡിനെ മുഴുവൻ മനസ്സിലാക്കി കൊടുത്തു. അതായത് നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, സമാധാനത്തിന് സ്പ്രെഡ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ വിധത്തില് നമ്മളുടെ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ വിഭജിച്ചപ്പോൾ ഉണ്ടായതാണ് പാകിസ്ഥാൻ. അപ്പൊ അതുവരെ പാകിസ്ഥാൻ ഇല്ല. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയും പുതിയതായിട്ടുള്ള കൺട്രിയാണ്.
അവിടെ വന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഇഷ്യൂ ആണ്. അവർക്ക് ജമ്മു ആൻഡ് കാശ്മീർ വേണമെന്നും അവരുടെ ഡിമാൻഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ. കാരണം നമ്മളുടെ ഉദ്ദേശപ്രകാരം ഡിവിഷൻ ടൈമില് ഹിന്ദു മതത്തില് അല്ലെങ്കിൽ രാജാവ് ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിനോട് ചോദിക്കുകയും, അപ്പൊ പുള്ളി ഇന്ത്യൻ കോൺഗ്രസിന്റെ കൂടെയാണ് നിൽക്കാൻ താല്പര്യം കാണിച്ചത്. അതുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ നമ്മളുടെ ഭാഗത്തിൽ വന്നത്. അല്ലെങ്കിൽ അത് പാകിസ്ഥാനിൽ പോയേനെ. പക്ഷെ അത് ഹിന്ദു വൈഷ്ണവ റൂളർ ആയിരുന്നുകൊണ്ടും അവർക്ക് താല്പര്യമില്ല മുസ്ലിം റൂളറിന്റെ കൂടെ ജോയിൻ ചെയ്യാന്നുള്ളത്. അതേമാതിരി തന്നെ ചൈനയുടെ കാര്യത്തിലും പഞ്ചശീലം വഴി ചൈനയുടെ ആയിട്ടുള്ള ഒരു ഹിന്ദി ചീനി ബൈ ബൈ എന്നുള്ള ഒരു, അതായത് ബൈ ബൈ എന്ന് വെച്ചാൽ ബ്രദേഴ്സ് എന്നാണ് അർത്ഥം. അപ്പൊ അതിനും നെഹ്റു വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നോൺ ബൈ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ്. അതിന്റെ കൂടെ സോവിയറ്റ് സോഷ്യലിസ്റ്റില് ഇത് ഒരു ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് ഊന്നുകൊടുത്തതും, അത് എല്ലാ വിധത്തിലും നമ്മൾ എല്ലാ രാജ്യക്കാരോടും നമ്മൾ നയതന്ത്രപരമായി സമാധാനപരമായി പോകുന്നുള്ളതിന്റെ ഒരു ദൃക്സാക്ഷിയാണ് ഇത്. ഇതിന്റെ ഇന്റർനാഷണൽ പോളിസികളും എല്ലാം കുറച്ച് 1970 ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. കാരണം ചില പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു കൊണ്ടാണ് അത് അവിടെ ഒന്നൊന്ന് കുറയാൻ തുടങ്ങുക നമുക്ക് കാണാൻ പറ്റും. ഇനി ഫോറിൻ പോളിസി ആയിട്ട് വരുമ്പോൾ വാർ ടൈമില് എന്തുകൊണ്ടാണ് ഫോറിൻ പോളിസികൾ 5 പ്രൈം മിനിസ്റ്റേഴ്സിന്റെ കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി. ആ കാലഘട്ടങ്ങളിലും 1965 പാകിസ്ഥാൻ ഒരു ഇന്ത്യയായിട്ടുള്ള ഒരു വാർ സമയത്തിലും ശാസ്ത്രി വളരെ പ്രൈം മിനിസ്റ്ററായ ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ കാര്യമായിട്ട് ഒരു ഡിമോറലൈസിങ്, നമ്മളുടെ ജവാന്മാരുടെ അവരുടെ ഇൻട്രസ്റ്റിനൊന്ന് കുറഞ്ഞപ്പോൾ പുള്ളി അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ടപ്പെട്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്ത് അതിന്റെ അവസാനം പരിണാമമായിട്ട് വരുന്നത് നമ്മുടെ ആ വാറിൽ, ഇന്ത്യ പാകിസ്ഥാൻ വാർ 65 വാതിൽ നമ്മളാണ് ജയിച്ചു വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാം, നയതന്ത്രപരങ്ങളാണ് ഇതെല്ലാം. 1971 ട്രീറ്റി USSRമായിട്ടുള്ള ഒരു സമാധാനപരമായ ഒരു സന്ധിയും ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ്. ആ സൈൻ ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ കൂടെ ഇന്ത്യക്കും അതേമാതിരി ഇൻഡോ പാകിസ്ഥാൻ വാറിനും അതായത് യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലേക്കും ഇത് എടുത്തു പറയാനും അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കാനും പറ്റി. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഫോറിൻ പോളിസി വഴി ഒരു നാഷണൽ ഇൻട്രസ്റ്റിനെ പറ്റിയും അതിനെ ഇന്ദിരാഗാന്ധി കുറച്ച് അഗ്രസീവായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ലേറ്റർ ഓൺ ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി പൊക്കാറൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധമായിരുന്നു, നമ്മൾ സമാധാന പ്രിയരാണ്, പക്ഷെ എങ്കിലും നമ്മളുടെ ആയുധത്തിന്റെ നിലവാരം ഇൻക്രീസ് ചെയ്യണം. അതാണ് ന്യൂക്ലിയർ ഡിവൈസിന്റെ ഒരു 1970 ഒരു ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് പൊക്കാറിൽ. അപ്പൊ ആ പൊക്കാറത്ത് കൂടെ നമ്മള് അടുത്ത രാജ്യങ്ങൾക്ക് പറയുന്നത് ഞങ്ങളും പിന്നിലല്ല, ഞങ്ങൾ മോശക്കാരല്ല. അപ്പൊ ഈ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് വളരെ വളരെ ഇൻട്രസ്റ്റോടെയാണ് ഇന്ദിരാഗാന്ധി ഇതിലൊക്കെ ഇടപെട്ടിരുന്നതും ഈ ഫോറിൻ പോളിസികൾ നടപ്പിലാക്കാൻ ഒരു രാജ്യത്തിന് വേണ്ട എത്രത്തോളം നടത്തി കൊണ്ടുപോകാം എന്നുള്ളതും അവര് അതുവഴി കാണിക്കുന്നുണ്ട്. കാരണം അവര് ഈ ജവാന്മാരെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും അതേമാതിരി തന്നെയാണ് എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും. കാരണം ഈ ജവാന്മാർ എന്ന് പറയുന്നവര് വീടുകളിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി അവരുടെ ജീവനെ അർപ്പിച്ചുകൊണ്ടുള്ള ഫൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മോറൽ സൈഡിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി മദർലാൻഡിനോട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ നമ്മളുടെ സെക്യൂരിറ്റിക്ക്, നമ്മളുടെ സുരക്ഷയ്ക്ക് കുറച്ചുകൂടി അവര് കാര്യമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഇതൊക്കെ എല്ലാ മിനിസ്റ്റേഴ്സും ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ജനതാ പാർട്ടി വരുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ജനതാ പാർട്ടിയാണ്.
ജനതാ പാർട്ടിയുടെ റൂളിൽ വരുമ്പോൾ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി, ചരൺ സിംഗ് കുറച്ചു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം ഇവര് ഫോറിൻ പോളിസിനെ പറ്റി അത്ര വലിയ ഊന്നു കൊടുത്തിട്ടില്ല. ദേശായി, മൊറാർജി ദേശായി ഒരു ഒപ്പോസിഷനിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഒരു നോൺ അലൈൻമെന്റ് പോളിസികൾ വഴി പോവുകയും ഒരു വലിയ മേജർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ കൊണ്ടുവന്നിട്ടില്ല. അതാ മാത്രമല്ല, ഈ പോളിസികൾ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് നോൺ അലൈൻമെന്റ് എന്നുള്ള ഒരു ടേമിനെ മാറ്റി ജെനുവിൻ കൂടെ അവിടെ ചേർത്തു. ജെനുവിൻ ആയിട്ടുള്ള ഒരു നോൺ അലൈൻമെന്റ് വേണമെന്നുള്ള ഒരു പോളിസി കൂടെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഈ ജനതാ ഗവൺമെന്റ് കുറച്ച് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, ഫെയിലിയർ ആയി, കുറച്ച് എന്തുകൊണ്ട് അവരുടെ കഴിവ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് ചരൺ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇഫക്റ്റീവ് അല്ല എന്ന് പറയാം. അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ആകാത്തത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അറ്റാക്ക് ചെയ്യാണ്, ഇൻട്രൂഷൻ ചെയ്യാണ് 1979. നമ്മുടെ നെയ്ബറിങ് കൺട്രികളിൽ അറ്റാക്ക് വന്നാലും അത് നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ ശ്രദ്ധക്കുറവെന്ന് കൂടെ എടുക്കാമല്ലോ. അങ്ങനെയും വന്നിട്ടാണ് ആ ഒരു ഡൗട്ട് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇമ്മീഡിയറ്റ് ആയിട്ട് റൂളിംഗ് പാർട്ടീനെ പറ്റി ഒപ്പോസിഷൻ പാർട്ടി ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ പരാമർശിക്കും. ആ പരാമർശത്തിൽ കൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി തിരിച്ചു വരാൻ ശ്രമിക്കും. അങ്ങനെയാണ് 1980 നാഷണൽ കോൺഗ്രസ് ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് അവരുടെ ഇന്ദിരാഗാന്ധിയുടെ പോളിസിയിൽ അവര് ഇന്ദിരാഗാന്ധിനെ തിരിച്ച് ഒരു പ്രാവശ്യം ഇന്ദിരാഗാന്ധിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി, അവരുടെ മരണശേഷമാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിന്റെ എന്താ പറയാ അസാസിനേഷൻ, അത് ഇന്ദിരാഗാന്ധിനെ അസാസിനേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ സെക്യൂരിറ്റീസ് ആണ്. അവരുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡാണ് അവരെ ഷൂട്ട് ചെയ്യുന്നതും. അവരെ പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ അവര് ഷൂട്ട് ചെയ്യുന്നു. അവര് ഒരു വളരെ പ്രായമായ സ്ത്രീക്ക് ഇത്രയും ഷൂട്ടിങ്സ് എടുക്കാൻ പറ്റില്ല, ബുള്ളറ്റ്സ് കയറുന്നു, എല്ലാ കാര്യങ്ങളും. അത് ഇറ്റ് ഈസ് എ പ്ലാൻഡ് മർഡർ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ രാജതന്ത്ര നിലത്തിൽ അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ള ആൾക്കാർ മരിക്കുമ്പോഴാണ് നമ്മൾ ഈ ടേം അസാസിനേഷൻ ഉപയോഗിക്കുക? സാധാരണമായി ഞാനോ വേറെ ആരോ മരിച്ചു പോയാൽ ഈ ടേം വരില്ല. അവിടെ വരുന്നത് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ കിങ്, അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ഉള്ളവർ അവരെ കൊല്ലപ്പെടുമ്പോൾ ഈ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. 1984 രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മദറായ ഇന്ദിരാഗാന്ധിനെ അസാസിനേഷൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് രാജീവ് ഗാന്ധി വന്ന ശേഷം എന്തൊക്കെയാണ് എത്നിക് കോൺഫ്ലിക്ട്സ്. എത്നിക് എന്ന് വെച്ചാൽ ലാംഗ്വേജ് വികാരമോ അല്ലെങ്കിൽ ജാതി വ്യത്യാസമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ കോൺഫ്ലിക്ട്സ് നമ്മളുടെ നാടിന്റെ അകത്തും നെയ്ബർഹുഡിലും വരുന്നുണ്ട്. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ശ്രീലങ്കയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇന്നത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി അവിടെ തമിഴത്തിന്റെ ഒപ്പോസിഷനാണ്. രാജീവ് ഗാന്ധി ഒരു വിസിറ്റിന് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ശ്രീലങ്കൻ ആർമി മെൻ ഒരു തോക്ക് കമത്തി രാജീവ് ഗാന്ധിനെ അടിക്കാൻ പോകും. അത് ഇന്നത്തെ ഡേറ്റിലാണ് നടക്കുന്നത്. പുള്ളി ഡക്ക് ചെയ്യും, തല കുനിച്ച് ഡക്ക് ചെയ്ത് ആ അടീനെ അവോയ്ഡ് ചെയ്തു വരുന്നു. അപ്പോൾ ഈ ഇന്റേണൽ പീസും ഇന്റേണൽ പ്രോബ്ലംസും അടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ നമ്മളുടെ തമിഴ് സിറ്റിസൺസ് അവിടെ ഉണ്ട്. അങ്ങനെയാണ് അവിടെയും ഒരു പ്രശ്നങ്ങൾ ഇന്ത്യ നെയ്ബർഹുഡിൽ വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് ഇത് കൂടാണ്ട് നമുക്ക് നോക്കാവുന്നത് ആസാം അക്കോർഡ്, മിസോറം അക്കോർഡ്, ഇതൊക്കെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പഞ്ചാബ് അക്കോർഡ്, ഇതൊക്കെ ഒരു അഡ്വഞ്ചറസ് ലൈഫ് ആയിരുന്നിട്ട് കൂടിയും ശ്രീലങ്കൻ പീസ് കോഡില് അവരുടെ ശ്രീലങ്കൻ
ഉദ്ദേശത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യൻ ആർമി പോവുകയും അതിന്റെ പരിണാമമായിട്ടാണ് രാജീവ് ഗാന്ധിക്ക് മരണപ്പെടേണ്ടി വരുന്നത്. ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി 85 അവിടെയുള്ള സമയത്ത് അങ്ങേരുടെ ലൈഫിനെ എടുക്കുന്നത് തന്നെ ഒരു പ്ലാൻഡ് മർഡർ LTT ഗ്രൂപ്പാണ്. സൂയിസൈഡ് ആൾക്കാർ വന്ന് ചെയ്യാണ് അവര്. അത് രണ്ടാമതൊരു ഇലക്ഷൻ ടൈമാണിത്. ആ ഇലക്ഷൻ ടൈമില് നമ്മളുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയെ സഹായിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു, നോർത്തേൺ പാർട്ടിൽ. അപ്പൊ ശ്രീലങ്കയിൽ ചെന്നിട്ട് അവരുടെ അസാൾട്ട് അല്ലെങ്കിൽ അവരുടെ ശ്രീലങ്കൻ ആർമീനെ അല്ലെങ്കിൽ ശ്രീലങ്കൻ ആർമിയുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പോകുന്നു. അവിടെ തമിഴ് മൂവ്മെന്റ് ഉണ്ട്, ലിബറേഷൻ മൂവ്മെന്റ് എന്ന് പറയും. ആ മൂവ്മെന്റ് അവർക്ക് ശ്രീലങ്കയിൽ ഇവിടെ തമിഴ് ഇല്ലമാണ് അവരുടെ ഡിമാൻഡ്. പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടണം എന്നാണ്. അതിന് പറ്റില്ല എന്ന് അവർ ഗവൺമെന്റ് പറയും. അവർ ഇന്ത്യയോട് സഹായം ആവശ്യിക്കുകയും സഹായത്തിനായിട്ട് ഇന്ത്യ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം അതുകൊണ്ടാണ് ആ ദേഷ്യം കൊണ്ടാണ് അവർ അടിക്കാൻ പോയതും ഡക്കിയ വന്നതും. ഇതിന് ശേഷം നമ്മളുടെ ഇന്ത്യൻ ആർമീന്റെ ആക്ടിവിറ്റീസും അവർ സപ്പോർട്ട് ചെയ്തു. അപ്പോ ബേസിക്കലി അവര് തമിഴ് ഇല്ലത്തിലുള്ളവര് അല്ലെങ്കിൽ ഈ LTT എന്നുള്ള ആ ഗ്രൂപ്പുകാര് രാജീവ് ഗാന്ധിനെ പേഴ്സണലായിട്ട് ഫിനിഷ് തീർക്കണം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയിരിക്കുകയായിരുന്നു. രാത്രി തിരിച്ചു വരുമ്പോൾ പേപ്പർ ഒട്ടിക്കുന്നത്. കാരണം അന്ന് അവിടെ ശ്രീപെരുമ്പത്തൂരിലെ ഈ കൊല നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോണ്ടിച്ചേരിയിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ. അവിടെ രാവിലെ ഞങ്ങളുടെ അവിടെ മീറ്റിങ്ങിന് വരേണ്ടിയിരുന്നതാണ്. രാവിലെ 10 മണിക്ക് പോണ്ടിച്ചേരിയില് രാജീവ് ഗാന്ധി വന്ന് ആൾക്കാരെ അഡ്രസ് ചെയ്യേണ്ടതാണ്. അതിലെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പോണ്ടിച്ചേരിയില്. ആ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ രാത്രി മിഡ്നൈറ്റ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മരണത്തിന്റെ വാർത്ത അറിയുന്നതും. ഞാൻ ഇത് നേരിട്ട് കണ്ട വിവരങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. പേപ്പർ ഒട്ടിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ വെച്ചത്. കാരണം ശ്രീപെരുമ്പത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാണ്. അവിടെ നിന്ന് ബൈ കാറാണ് പോണ്ടിച്ചേരിയിൽ. അപ്പൊ എയർപോർട്ടൊന്നുമില്ല, ബൈ കാറാണ് വരാൻ ഉദ്ദേശിക്കുന്നതും ആൾക്കാരെ സംസാരിക്കാനായിട്ട്. ഞങ്ങൾ രാവിലെ പോവാനായിട്ടൊക്കെ തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജിന്റെ ഗ്രൗണ്ടിലാണ് ഈ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നത്. പോണ്ടിച്ചേരി ടാഗർ ആർട്സ് കോളേജിൽ അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയായിരുന്നു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ ലക്കിലി അത് അവിടെ ശ്രീപെരുമ്പത്തൂരിൽ പുള്ളീനെ അസാസിനേഷൻ ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ പിറ്റേ ദിവസത്തെ പ്രചരണത്തിന് വേണ്ടി, ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വന്നാണ് അത് നിന്നുപോയി. ഇനി ഇന്ത്യൻ ഫോറിൻ പോളിസി 1990 സോവിയറ്റ് യൂണിയനുമായിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻ കാരണമാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റി. അത് 2 കാര്യം പ്രത്യേകമായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഫോറിൻ പോളിസി നോൺ അലൈൻമെന്റ്. 2, ഇൻഡോ സോവിയറ്റ് ട്രീറ്റി, പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ സമാധാനവും ഫ്രണ്ട്ഷിപ്പും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ആ ട്രീറ്റിയാണ് അവിടെ നടക്കുന്നത്. ആ ട്രീറ്റി മുഖാന്തരം നമ്മൾ ഇന്ത്യയുടെ സപ്പോർട്ടിന്, ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ട് കിട്ടും, സോവിയറ്റ് യൂണിയന് ഇന്ത്യന്റെ സപ്പോർട്ട് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നതിന്റെ ഈ ട്രീറ്റിയുടെ ഉദ്ദേശം. ഇന്ത്യ നരസിംഹറാവു ഗവൺമെന്റ് വരുന്ന സമയത്ത് ഈ നരസിംഹറാവുവിന്റെ ഹെവി ആ കാലഘട്ടത്തിലാണ് ഈ സോവിയറ്റ് യൂണിയൻ ഈ ട്രീറ്റി, നമ്മളെ ഇന്ത്യ സോവിയറ്റ് ട്രീറ്റി വന്നിട്ട് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിന്റെ അകത്ത് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു പോവുകയും അപ്പോൾ ആ തകർന്ന USSR തകരുകയും പിന്നെ USA വളരെ നിർബന്ധിച്ച് നമ്മളുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസും മിസൈൽ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രഷറൈസ് ചെയ്യാണ്. കാരണം ഈ ന്യൂക്ലിയർ വെപ്പൺസും മിസൈൽ പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്താൽ നമ്മളും സൂപ്പർ പവർ ലെവലിലേക്ക് എത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഇതിനെ പാടില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റും, പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സെൽഫ് ഡിഫെൻസ്
പറ്റാണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂക്ലിയറും മിസൈൽ പ്രോഗ്രാംസിനൊക്കെ സയന്റിഫിക്കലി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ലിബറലൈസേഷൻ, ഈ ലിബറലൈസേഷൻ റാവു ഗവൺമെന്റിൽ ഒരു ലിബറലൈസേഷൻ കൊടുക്കാണ്ട് എക്കോണമീനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, നമ്മുടെ ധനശേഖരത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റും സെന്ററുമായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ഒന്ന് വലുതാക്കണമെന്ന് ചോദിച്ചു. അതിന് ലിബറലൈസേഷൻ കൊടുക്കുന്നു. ആ ഇന്ത്യൻ എക്കോണമിയിൽ ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് റാവുവിന്റെ ഗവൺമെന്റ്. അതുകൂടാണ്ട് ഗ്ലോബലൈസേഷൻ വേൾഡ് മുഴുവനും ബിസിനസ് ചെയ്യാം, ആ ബിസിനസ് മുഖാന്തരം നമ്മൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാം, ആ മാർക്കറ്റിൽ കൂടെ നമുക്ക് നമ്മുടെ ധനശേഖരം നടത്താം, നമ്മുടെ കൺട്രിക്ക് വളരെ വലിയ തരത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വരും, അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കിട്ടും, വേൾഡ് സൂപ്പർ മാർക്കറ്റിൽ നമുക്കൊരു പ്രാധാന്യം കിട്ടും. ബിസിനസ് വരുമ്പോൾ തന്നെ എക്കോണമി ഇംപ്രൂവ് ആവും. എക്കോണമി ഇംപ്രൂവ് ആയാൽ ആ രാജ്യത്തിൽ വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നായത് ലിബറലൈസേഷൻ, 2 ലിബറലൈസേഷൻ വഴി ബിസിനസ് നടത്തുക, ഇന്ത്യൻ എക്കോണമി വലുതാകുക. രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ സ്വതച്ചിത്തയായിട്ട് പ്രശ്നങ്ങൾ ഇല്ലാണ്ട് നടക്കും. ഈ ഗവൺമെന്റിന്റെ ബാക്ക്ലോഗ് വരാണ്ട് പ്രൈവറ്റൈസേഷൻ ചെയ്യുക. മൂന്നാമതായിട്ട് ഗ്ലോബലൈസേഷൻ ചെയ്യുക. അതാണ് LPG ഞാൻ കൊടുത്തിരിക്കുന്നത്. ലിബറലിന്റെ എല്ലും പ്രൈവറ്റിന്റെ പിയും ഗ്ലോബലിന്റെ ജിയും. LPG ഗ്യാസ് അല്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ ധനം അതേമാതിരി പ്രോഗ്രസ് നമ്മൾ മറ്റുള്ള വലിയ രാജ്യങ്ങളുടെ ഒപ്പത്തിനൊപ്പം എത്തിപ്പെടാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. റാവു ഗവൺമെന്റും റിലേഷനും ബാക്കിയുള്ള ആൾക്കാരോട് എവിടത്തെ ഏതൊക്കെ രാജ്യങ്ങളോട് നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം, ഏതൊക്കെ വിധത്തിൽ നമ്മൾക്ക് അവരെ നന്നാക്കി കൊണ്ടുവരാം. ഇന്ത്യൻ എക്കോണമീന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതേമാതിരി ഈസ്റ്റ് ഏഷ്യ, അപ്പൊ ഈ ഏഷ്യയിലുള്ള തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടും ഏഷ്യൻ കൺട്രികളായിട്ട് നമ്മൾ ബിസിനസ് ടേംസ് നന്നാക്കണം. ബിസിനസ് ടേംസ് നന്നാക്കിയാൽ മണി വരും. മണി വരുമ്പോൾ ഇന്ത്യൻ എക്കോണമി ഇംപ്രൂവ് ആവുമ്പോൾ ലിബറലൈസേഷൻ ചെയ്ത് ലിബറൽ ആയിട്ടുള്ള പോളിസീസ് ഒക്കെ കൊടുക്കുകയും അതേമാതിരി തന്നെ റാവു ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇസ്രയേലുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ബിസിനസ് ഇംപ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ കൺട്രിയുടെ ഇക്കോണമി കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊക്കെ. ക്രോസ് ബോർഡർ ടെററിസം നിർത്തണം, അതേമാതിരി സെക്യൂരിറ്റി ഉണ്ടാക്കണം, ആ സെക്യൂരിറ്റി എല്ലാവർക്കും ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോകുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി എക്സ്റ്റേണൽ ആയിട്ട് പുറത്തു നിന്നുള്ള പ്രഷേഴ്സ് എന്താന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് വീക്കാണെങ്കിൽ അവിടുത്തെ നമ്മുടെ ഇന്റേണൽ ഗവൺമെന്റ് വീക്കാണെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കൺട്രികൾ നമ്മളെ പ്രഷറൈസ് ചെയ്യും. ആ പ്രഷറൈസ് ചെയ്തത് ഇവിടെ അമേരിക്കയാണ്. അമേരിക്ക ആ സമയത്ത് സൂപ്പർ പവറായി. അപ്പോ സൂപ്പർ പവറായി മാത്രമല്ല പ്രഷർ ചെയ്യാണ് ഇന്ത്യനെ എക്കോണമി. എന്തിനു വേണ്ടിയിട്ടാ പ്രഷർ ചെയ്യുന്നത്? അമേരിക്കയുടെ എക്സ്പോർട്സും ബിസിനസ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൂടെ നടത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള ലെവലിൽ പ്രഷർ വരികയാണ്. എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള പ്രഷർ. അങ്ങനെ പ്രഷർ വരുമ്പോൾ ഇന്ത്യയും അതേ സമയത്ത് സമ്മതിച്ചു എങ്കിൽ കൂടിയും, പക്ഷെ ഇന്ത്യ ഇൻസിസ്റ്റ് ചെയ്തത് ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാമും കൂടെ ചെയ്യും, നിങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക് എടുക്കാൻ, നിങ്ങളുമായിട്ട് നമ്മൾ ബിസിനസ് ബന്ധം വരുത്തുകയാണെങ്കിൽ ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ തലയിടരുത്. അങ്ങനത്തെ ഒരു സന്ധി സമ്മേളനം നടക്കുകയും അതേസമയം ഈ ഇന്ത്യയുടെ ഒരു സ്പോൺസറിങ് ഉണ്ട്, കോ സ്പോൺസറിങ് ചെയ്യുന്നുണ്ട്, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി CTBT, അതേമാതിരി ഫിസൈൽ മെറ്റീരിയൽ കൺട്രോൾ ട്രീറ്റി FMCT. ഇത് രണ്ടിലും ഇന്ത്യ ജോയിൻ ചെയ്യുന്നവരോട് പറഞ്ഞു. കാരണം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും നമ്മളുടേതായ ഒരു പവർ ഇന്റർനാഷണലി ഗ്ലോബലി എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. അങ്ങനെ വന്നതുകൊണ്ട്
ഗവൺമെന്റ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ആദ്യമായിട്ട് ഒരു ഡിഫൻസ് കോർപ്പറേഷൻ, അതായത് ഇന്ത്യയും US തമ്മിൽ ഒരു ഡിഫൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മിലിറ്ററി സ്ട്രെങ്ത് ആണ് നമ്മളെ ഡിഫൻസ് എന്ന് പറയുന്നത്. ആ ഡിഫൻസ് കോർപ്പറേഷനിൽ ഇപ്പൊ നമ്മൾ വളരെ എയർക്രാഫ്റ്റ് ഒക്കെ മേടിച്ചല്ലോ അമേരിക്കയിൽ നിന്ന്. അപ്പൊ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ മിലിറ്ററിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാനും നമ്മൾ പതുക്കെ തയ്യാറായി വരികയാണ്. ഇനി ആ രണ്ടാമത്തെ ഹാഫ് 1990 ശേഷം രണ്ടാമത്തെ ഭാഗം, ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലമാണ്. ഇതിൽ ഇന്ത്യൻ കോയലേഷൻ ഗവൺമെന്റ് ആണ് നടക്കുന്നത്. കോയലേഷൻ ഗവൺമെന്റ് ഒരുമിച്ച് പോകേണ്ട പല ആൾക്കാരും കൂടെ, പല പാർട്ടികളും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് കോയലേഷൻ ഗവൺമെന്റ് വരിക. ഈ കോയലേഷൻ ഗവൺമെന്റിൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറവായിരിക്കും. കാരണം പെട്ടെന്നുള്ള ചെറിയ കാര്യങ്ങൾക്ക് അവിടെ അഭിപ്രായ വ്യത്യാസം വരും. അപ്പൊ അവർ സപ്പോർട്ട് നിർത്തുമ്പോൾ അവിടെ കോയലേഷൻ പോകും. ഇവിടെ നമ്മൾ കാണുന്നത് 3 പ്രൈം മിനിസ്റ്റേഴ്സ് ആണ്. അതേമാതിരി തന്നെ ഗവൺമെന്റ് ശരിയായിട്ട് വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ ഒരു റാഡിക്കലായിട്ട് ഫോറിൻ പോളിസിക്കും അത് അഫക്റ്റ് ആയി വരുമ്പോൾ ഇതിന്റെ പരിണാമമായിട്ട് ബോർഡറിലും ഇന്റേണലും എക്സ്റ്റേണലും അറ്റാക്ക് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതായത് നമ്മൾ പറയില്ലേ, പ്രശ്നങ്ങളുള്ള സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ, അതേമാതിരി എവിടെയാണോ കൺട്രിയിൽ പ്രശ്നങ്ങളുള്ളത് അതിനെ യൂട്ടിലൈസ് ചെയ്യും ആൾക്കാർ. ഷോർട്ട് ടേം ഗവൺമെന്റ് വരുന്നു. ഈ പ്രശ്നം കാരണം ആദ്യത്തെ ഷോർട്ട് ടേം ഗവൺമെന്റ് പറഞ്ഞത് 1996 അത് 13 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അടൽ ബിഹാരി വാജ്പേയിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പീരീഡ് 13 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേർക്ക് ഫ്ലോറിൽ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്ത് പാർട്ടി ഡൗൺ ആയി. പിന്നെ അടുത്ത് വരുന്നത് ദേവഗൌഡ, ജൂൺ 1996 തൊട്ട് ഏപ്രിൽ 97 വരെ, കഷ്ടി 1 കൊല്ലം. അത് കഴിഞ്ഞ് IK ഗുജറാൾ 97 തൊട്ട് മാർച്ച് 98 വരെ. ഇത് രണ്ടും കൂടെ 2 കൊല്ലത്തിനുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് പ്രശ്നങ്ങൾ, ഇന്റർനാഷണലി പോളിസികൾ വന്ന് ഡിഫിക്കൽട്ടായിട്ട് വരും. ഫോറിൻ പോളിസി ഡിഫിക്കൽട്ടായിട്ട് വരും. ഇനി ഗുജറാളിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇന്ദർ കുമാർ ഗുജറാള്. ആ പോളിസികൾ എന്താന്ന് പറഞ്ഞു തരാം. ഇവിടെ പോളിസി പറയുന്നത് അങ്ങേരുടെ ഇന്ദർ കുമാർ ഗുജറാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന പോളിസികളാണ്. അതിനെയാണ് നമ്മൾ ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയാ. ഈ ഡോക്ട്രിൻ വഴി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ബെനിഫിറ്റ്സ് കിട്ടുന്നത് നെയ്ബേഴ്സ് എക്സ്ക്ലൂഡിങ് പാകിസ്ഥാൻ, ഇതൊന്നും നമ്മൾ തിരിച്ചു ചെയ്യാൻ പാടില്ല. ഇവരുടെ പോളിസികൾ 5 പ്രിൻസിപ്പിൾസ് ആണ് ഈ ഡോക്ടറിൽ പറഞ്ഞത്. അതായത് നെയ്ബേഴ്സ് ആയിട്ടുള്ള ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്, ശ്രീലങ്ക തിരിച്ചു തെറ്റാൻ ഉപദ്രവിക്കാൻ പാടില്ല, നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. രണ്ടാമത്തത് സൗത്ത് ഏഷ്യൻ കൺട്രിയിലെ ഒരാളെയും വേറൊരു കൺട്രിയുടെ ഇൻട്രസ്റ്റിലേക്ക് തലയിടാൻ പാടില്ല. മൂന്നാമതായിട്ട് വരുന്നത് ഒരു ഇന്റേണൽ അഫയേഴ്സിലും അടുത്ത രാജ്യത്തിന്റെ ഇന്റേണൽ അഫയേഴ്സിൽ തലയിടാൻ പാടില്ല. നാലാമതായിട്ട് വരുന്നത് എല്ലാ രാജ്യത്തിന്റെയും ഇന്റഗ്രിറ്റി, അവരുടെ സോവറിനിറ്റിയെ നമ്മൾ മാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. എല്ലാ ഡിസ്പ്യൂട്ട്സും, എല്ലാ വിധത്തിലുള്ള കലഹങ്ങളും ബൈലാറ്ററൽ നെഗോഷിയേഷൻ, അതായത് ഡിസ്കഷൻ വഴി നമ്മൾ തീർക്കണം. അതും പീസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കണം. ഇതാണ് ഈ ഗുജറാൾ ഡോക്ട്രിനിൽ കൊണ്ടുവന്നിട്ടുള്ള പോളിസികൾ. അപ്പോൾ അതിനുശേഷം ഫോറിൻ പോളിസി അണ്ടർ NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഭാരതീയ ജനതാ പാർട്ടിയുടെയാണ്, BJPന്റെ പാർട്ടിയാണത്. ആദ്യത്തെ ഒരു അടൽ വാജ്പേയി ആണ് പവറിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ പുള്ളി 3 പ്രാവശ്യം വരുന്നുണ്ട് കേട്ടോ. 1998 ഷോർട്ട് ടേമിൽ വന്നു. പിന്നെ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നല്ല ഉഗ്രനായിട്ട് ജയിച്ചു വന്നു. പ്രൈം മിനിസ്റ്ററായി മെയ് 16 1996 ആദ്യം 13 ദിവസം കഴിഞ്ഞ് പോയി. അവിടെ ലോസ് ആയത് ഒരു ഫ്ലോറില് മെജോറിറ്റി വിശ്വാസ വോട്ട് എടുക്കുമ്പോൾ ഇല്ലാണ്ട് പോകും. രണ്ടാമത്തെ പ്രാവശ്യം 1998 13 മാസം, ആദ്യം 13 ദിവസം, പിന്നെ 13 മാസം, പിന്നെ 1999 ലോസ്റ്റ്. നോൺ കോൺഫിഡൻസ് 99 ഒരൊറ്റ വോട്ടിനാണ് പുള്ളിയുടെ സ്ഥാനം PM എന്നുള്ള സ്ഥാനം പോയത്. അതിനുശേഷം
1999 പിന്നെ രണ്ടാമത് ഫ്രഷ് ജനറൽ ഇലക്ഷൻ നടക്കുകയും ആ ഇലക്ഷൻ വഴി പ്രൈം മിനിസ്റ്ററായിട്ട്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ഓത്തെടുക്കുകയും അതിനുശേഷം അടുത്ത ജനറൽ ഇലക്ഷൻ വരെ 2004 ജനറൽ ഇലക്ഷൻ വരെ പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്തു വാജ്പേയി. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഈ സമയത്ത് വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിട്ട് തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 96, 98, 99, 99 തൊട്ട് 2004. അടുത്ത ഗവൺമെന്റ് രണ്ടാം ഘട്ടം, അതായത് ഈ BJPന്റെ രണ്ടാം ഘട്ടം, സെക്കൻഡ് ഫേസ് ഇവിടെ ആരംഭിക്കുന്നത് 2014 നരേന്ദ്രമോദിയുടെ ആദ്യത്തെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ നമ്മൾ കാണുന്ന ഒരു ജനറൽ ഇലക്ഷൻസ് നടക്കുന്നുണ്ട് 2019. ഇതില് ഈ ഫൗണ്ടേഷൻ ഭാരതീയ ജനതാ പാർട്ടിന്റെ അവര് ഈ കോൺഗ്രസിനെ ടൈറ്റൻ ചെയ്യുകയും BJP നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അത് ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഗവൺമെന്റ് പരിധിയിൽ വരുന്നത്. ഫോറിൻ റിലേഷൻഷിപ്പ് ഈ സമയത്ത് NDAയുടെ ഗവൺമെന്റിൽ, വാജ്പേയിയുടെ ഗവൺമെന്റിലും ക്ലോസ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടും റഷ്യയായിട്ടും ഒക്കെ നല്ല ഡീലിങ്സ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ സൗത്ത് ഏഷ്യയും പർട്ടിക്കുലർ ആയിട്ട് പാകിസ്ഥാനും. വാജ്പേയി ഒരു പൊക്കാറൻ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പൊക്കാറിൽ 98 നടത്തി. അത് കഴിഞ്ഞ് ന്യൂക്ലിയർ ടെസ്റ്റ് വാജ്പേയിന്റെ കാലഘട്ടത്തിൽ 13 മാസത്തിന്റെ ഇടയിൽ തന്നെ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുകയും BJPയുടെ ഗവൺമെന്റ് സമയത്തും 1998 11 പിന്നെയും ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നു പൊക്കാറില്, രാജസ്ഥാനില്. ഇവിടെ ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശക്തിയാണ് കാണിക്കുന്നത്. അതിനെയാണ് ഇന്ത്യാസ് ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് 3 കാര്യങ്ങളാണ്. വോളണ്ടറി മോണിറ്റോറിയം ടു ഫർദർ ടെസ്റ്റ്, നോ ഫസ്റ്റ് യൂസ്, നമ്മളായിട്ട് ആദ്യം അറ്റാക്ക് ചെയ്യില്ല, അതാണ് നോ ഫസ്റ്റ് യൂസ്, മിനിമം ക്രെഡിബിൾ ഡിറ്ററൻസ്. ഇങ്ങനെ നമ്മൾ ഐഡിയ വെച്ചിട്ടാണ് നമ്മളുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂക്ലിയർ ക്ലബിൽ കയറുന്നുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തും നമ്മൾ 82 ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. നരസിംഹറാവുടെ ടൈമിലും 95 നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ്. അപ്പൊ അമേരിക്കൻ ഇന്റലിജൻസ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത്. പിന്നെ നാഷണൽ NDA ഗവൺമെന്റും ന്യൂക്ലിയർ ഡിവൈസസ് എടുത്ത് ഡിക്ലെയർ ചെയ്യാണ്, ഞങ്ങൾ ഒരു ന്യൂക്ലിയർ പവർ ആണെന്ന് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പവർ ക്ലബിൽ കൂടെ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊണ്ടുവരുന്നു. അപ്പൊ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രപരം എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇത്. ഇനി US റിലേഷൻഷിപ്പ്, ഏത് വിധത്തിലാണ് US റിലേഷൻഷിപ്പ് നടന്നുപോയത്? അടൽ ബിഹാരി വാജ്പേയിയുടെ ടൈമിൽ പൊക്കാറത്തില് ഡയലോഗ് സംസാരിക്കുന്നുണ്ട് US-ഉമായിട്ടും. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വഴി ഇന്ത്യയുടെയും US-ന്റെയും ഇമ്പോർട്ടൻസ് പറയുന്നു. ക്ലിന്റൺ ഇവിടെ വരുന്നു 2000 വർഷം മാർച്ചിൽ ഇവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഇവിടെ വരിക, ഇവിടെ വന്ന് സംസാരിക്കുക, ഇവിടുത്തെ ആൾക്കാരായിട്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേമാതിരി തന്നെ US നമ്മളുടെ സെക്യൂരിറ്റി, ഇന്ത്യൻ സെക്യൂരിറ്റിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യും, ക്രോസ് ബോർഡറിനെ പറ്റിയുള്ള നമ്മളുടെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പറഞ്ഞെടുത്ത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഒരു നല്ലൊരു ലെവൽ നമ്മളുടെ ഡിപ്ലോമസിയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ എക്കോണമിയും ഇംപ്രൂവ് ആവുന്നുണ്ട്. അവരുടെ അമേരിക്കയുടെ ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആയിട്ട് ചൈനയായിട്ടും ഒരു ശ്രമം നടത്തുന്നുണ്ട് പീസ്ഫുൾ ആയിട്ട് പോവാൻ വേണ്ടിയിട്ട്. ഇനി 11ാം അറ്റാക്ക്, WTC അറ്റാക്ക്, അതായത് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ അറ്റാക്ക് ഇന്റർനാഷണൽ ടെററിസമാണ്. അപ്പോൾ ബുഷ് അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടതാണ്, ഫ്ലൈറ്റ് വന്ന് ഇടിക്കുന്നത് WTCയിൽ. ഞാൻ അവിടെ പോയിട്ടുമുണ്ട്, അതിനുശേഷം സീറോ ഗ്രൗണ്ടിൽ അവിടെ പോയിട്ടുമുണ്ട്. ഈ തരിപ്പണമായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. ഒരേ സമയം മേലെ ഒന്ന് താഴെ ഒന്ന് വന്നാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാൻഡ് അറ്റാക്കാണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഈ ഒസാമ മുസ്ലിംസിന്റെ ലീഡർഷിപ്പിലുള്ള അറ്റാക്ക്. ഇതിന് ശേഷമാണ് US കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് ടെററിസത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങുന്നത്. ഈ 3 കോർ ഇഷ്യൂസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി,
സ്പേസ് ഷീൽഡ് ചെയ്യുക, ഡ്യുവൽ യൂസ് ഓഫ് ടെക്നോളജി. അപ്പൊ ബുഷ് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോസ് ചെയ്തു. ബുക്കാറൻ ടൈമിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതൊക്കെ എടുക്കുകയും ചെയ്തു. ഫെബ്രുവരി 2003 ഇന്ത്യയും യു എസും തമ്മിൽ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത് ഹൈ ലെവൽ ട്രേഡ്, ഹൈ ടെക്നോളജി ഏരിയയിൽ സൈൻ ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടെക്നോളജി റിലേറ്റഡ് സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ആ കൊണ്ടുവന്ന കഴിഞ്ഞാൽ മാത്രമേ ലോകത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് അത് സുഖം കിട്ടുകയുള്ളൂ. അപ്പൊ ഈ സിവിൽ ന്യൂക്ലിയർ എനർജി എഗ്രിമെന്റ് 2005 യു പി എ ഗവൺമെന്റിന്റെ ഹെഡില് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ വാജ്പേയി ഒരു എഫേർട്ട് എടുത്തു. അതായത് ബസ്സിൽ ലാഹോർ വരെ പോവുക. കാരണം ആരെ കാണാനാ പോകുന്നത്? പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ പാകിസ്ഥാനി പ്രൈം മിനിസ്റ്ററെ കാണാൻ, നവാസ് ഷെരീഫിനെ കാണാൻ ഇവിടെ നിന്ന് ബസ് മുഖാന്തരം ലാഹോറിലേക്ക് പോവുക. ഒരു പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർക്കണം. നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. പക്ഷെ എങ്കിലും പുള്ളി വളരെ ധൈര്യമായിട്ട് പോവുകയും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷെ അതിനുശേഷം പാകിസ്ഥാനി പ്രസിഡന്റിന്റെ അത്രത്തോളം പോരായിരുന്നു എങ്കിൽ കൂടെയും 1999 കാർഗിൽ വാർ വരുന്നു. കാർഗിൽ വാർ സമയത്ത് അവരുടെ ട്രൂപ്പ് ഇന്ത്യയുടെ നമ്മുടെ കാർഗിൽ ഏരിയയിൽ വരികയും അതായത് എഫേർട്ട്, നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് പീസ്ഫുൾ ആയിട്ട് പോകാൻ നോക്കുമ്പോൾ അവർ അത്രത്തോളം അതിനെ കോപ്പറേറ്റ് ആയിട്ട് വരാത്തത് കൊണ്ടാണ് ഈ വാറൊക്കെ വരുന്നതും അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതേമാതിരി തന്നെ പാകിസ്ഥാൻ ജനറൽ മുഷറഫിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഒരു ശ്രമം കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ വാജ്പേയി പിന്നൊരു പ്രാവശ്യം കൂടെ പുള്ളീനെ വിളിക്കുകയും ആഗ്രയിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു 2001. പക്ഷെ ഇതിന്റെയൊക്കെ അറ്റത്ത് ഇതൊന്നും നടന്നില്ല. അവസാനമായിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആയിട്ട് എങ്ങനെയാ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്യുന്നത്? 2001 13-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിലാണ് അറ്റാക്ക് വന്നത്. അപ്പൊ ഫോറിൻ പോളിസി 2004 മുതൽ 14 വരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നമ്മളുടെ യു പി എ ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ട്രൈ ചെയ്തിട്ടും ഇതേമാതിരി തന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്താ സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ എന്നൊക്കെ ജിയോജാസ്ട്രിക് എക്കോണമിക് ലെവലിൽ നിന്ന്, കൺട്രിയുടെ ബോർഡറിൽ നിന്ന് നമ്മൾ എക്കോണമി ലെവലിലേക്കാണ് ഈ ഷിഫ്റ്റിംഗ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇനി ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏകദേശം പെട്ടെന്ന് നമ്മളുടെ ഇന്ത്യയുടെ എക്കോണമി വലുതായി വരുമ്പോഴത്തേക്കും ഹൈ റേറ്റ് എക്കോണമിക്കലി നമ്മൾ ബേസിക് ബൗണ്ടറി ഒക്കെ എമർജിങ് ഇന്ത്യ ഒരു പ്രധാന പവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോളിസികൾ പറയുന്നതിന്റെ അതിന്റെ പേരാണ് ലുക്ക് ഈസ്റ്റ് പോളിസി, മെമ്പർഷിപ്പ് പവർ ഹൗസസ്. ഇപ്പൊ ഇങ്ങനെ ഈസ്റ്റേൺ സൈഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് അവര് വലുതാവുന്നത്? നമ്മളെ വളരെ പ്രത്യേകിച്ചിട്ടുള്ള ഇക്കോണമിക്കലി നമ്മൾ എത്രത്തോളം വലുതാകാൻ പറ്റും എന്നുള്ള പോളിസിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ്, NDA ഗവൺമെന്റിന്റെ റിലേഷൻഷിപ്പ് USA-യോടും USSR-ഓടും ക്ലീൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത 10 വർഷം നമ്മൾ കണ്ടത്. പാകിസ്ഥാന്റെ റിലേഷൻഷിപ്പ്, ഇന്ത്യയായിട്ട് പാകിസ്ഥാൻ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഈ UN അസംബ്ലിയിൽ 2004 നമ്മൾ ട്രൈ ചെയ്യുന്നു. അതേസമയം പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ വഴി നമ്മുടെ കാശ്മീർ ഇഷ്യൂ ഒന്ന് നിർത്താൻ നമ്മൾ ശ്രമിച്ച ശേഷവും ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് എടുക്കുന്നത് ബോർഡറിൽ. ആ ടെൻഷൻ ബോർഡറിൽ വരുമ്പോഴത്തേക്കും കാശ്മീർ ബോർഡറിൽ ടെൻഷൻ വരുന്നു. ന്യൂക്ലിയർ സെക്ടറും എഗ്രി ചെയ്യുന്നു. രണ്ട് സൈഡും ഡിഫറൻസ് സെർക്രിക് ഏരിയയിലാണ്. അതേപോലെ നമുക്കൊരു ലാൻഡ് ഉണ്ട്, നോമാൻ ലാൻഡ് ഉണ്ട്, അവിടെയും നമുക്ക് ശ്രമങ്ങൾ, പാകിസ്ഥാന്റെ ഇറിറ്റേഷൻ നമ്മളെ ഇന്ത്യയെ റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ സിൽച്ചൻ വാലിയിൽ ഡീമിലിറ്ററൈസേഷൻ, ബിൽഹാർ ഡാം, ഇത് രണ്ടുപേരും ബസ് സർവീസ് നടത്താൻ ശ്രമിക്കുന്നു. ശ്രീനഗർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ട്രെയിൻ സർവീസ് തുടങ്ങി. വാഹാബാദിൽ നിന്ന് താർ ഡെസേർട്ടിലേക്ക് 2 ട്രെയിൻസ്, ഒന്ന് സൗത്തില്, ഒന്ന് ഈസ്റ്റേൺ സൈഡ്, ഒന്ന് വെസ്റ്റേൺ സൈഡ്.
താർ ഡെസേർട്ടിന്റെ രാജസ്ഥാൻ, ബസ് സർവീസ് അമൃത്സർ ടു ലഖാന സാബ്, നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ എഫേർട്ട് എടുത്തെടുത്ത് കൊണ്ടുവരാണ് ബൈലാറ്ററൽ റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാനും പീസ്ഫുൾ ആക്കാനും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും. പക്ഷെ ഈ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കൊണ്ടാണ് ഈ ഇന്റേണൽ ആയിട്ടുള്ള പീസ് അല്ലെങ്കിൽ അതിർത്തി തർക്കം വരിക. ആ അതിർത്തി തർക്കം വന്നിട്ട് നമ്മുടെ ലീഡേഴ്സിന്റെ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഹവനന് നടക്കുന്നു 2006. എന്നിട്ടും ഇവര് പുഷ് ചെയ്തിട്ട് ഡയലോഗ് ഒന്നും പീസ്ഫുൾ ആയിട്ട് വരുന്നില്ല. അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യയുടെ നെയ്ബറായ ചൈന. ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ബൈലാറ്ററൽ വിത്ത് ചൈന. 2005 പ്രൈം മിനിസ്റ്റർ വെൻ ജഹോ ഇവിടെ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ ഇഷ്യൂസ് ഒക്കെ നോക്കാനും എക്കണോമിക്കലി ട്രേഡ് റിലേഷൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. വിസിറ്റ് വന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രണാബ് മുഖർജിയും ചൈനയിൽ പോവുകയും രണ്ട് കൺട്രികളും തമ്മിൽ ഇംപ്രൂവ്മെന്റ്, ബൈലാറ്ററൽ ഇംപ്രൂവ്മെന്റ്, മിലിറ്ററി കോപ്പറേഷൻ ഇതൊക്കെയായിരുന്നു അവരുടെ ഡിസ്കഷനിൽ കൊണ്ടുവന്നത്. ഇതിനെ ഈ ചൈന റിലേഷൻഷിപ്പ് 2006 2 സ്ലൈഡ്സും ട്രേഡ് റൂട്ട് നാത്തുല പാസ് സിക്കിം വഴിയുള്ള ട്രേഡ് ഡെവലപ്പ് ചെയ്യാനും ട്രേഡ് വഴി ബൈലാറ്ററൽ റിലേഷൻ കൊണ്ടുപോകാനും ചൈന ഒരു നമ്പർ 1 പാർട്ട്ണർ ആകാന്നൊക്കെ പറയുകയും അത് അങ്ങനെ തന്നെ എന്തായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇപ്പോഴും ഒരു മ്യൂച്വൽ കോപ്പറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെയും നമ്മൾക്ക് ഇന്ത്യയിൽ ഒരു ഓയിൽ ഡിപ്ലോമസി ഉണ്ട്. അത് ആയിട്ടും ഇവർക്ക് ഓയിൽ കിട്ടണം, നാച്ചുറൽ ഓയിൽ കിട്ടണം, ഗ്യാസ് കിട്ടണം. അപ്പോൾ അവർ നമ്മളെ ശ്രമം നമ്മളുടെ ബോർഡർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ റഷ്യയുടെ റിലേഷൻഷിപ്പ്, റഷ്യയും G20 സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുകയും 2008 നടത്തുന്നു. ആ മീറ്റിംഗ് നടത്തുന്നു. ഇന്റർനാഷണലി ഫൈനാൻഷ്യൽ ആർക്കിടെക്ചർ USA വഴിയും USSR വഴിയും നമ്മൾ കൊണ്ടുപോകാനുള്ള ആദ്യത്തെ ശ്രമമാണ് നടക്കുന്നത് 20ാം നൂറ്റാണ്ടിൽ. ഇതിനുശേഷം കംപ്രൈസിങ് ബാക്കിയുള്ള രാജ്യങ്ങള്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഈ 4 വലിയ ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യിക്കാനും അതുകൊണ്ടാണ് ഈ ബ്രിക്സ് എന്നുള്ളത് വരുന്നത്. ബ്രസീലിന്റെ B, റഷ്യയുടെ R, ഇന്ത്യയുടെ I, ചൈനയുടെ ദിസ് ആൻഡ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ ഈ USSRും USA റിലേഷൻഷിപ്പും നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ആംഡ് ഫോഴ്സസ്, 2 കൺട്രിയുടെ ആംഡ് ഫോഴ്സസ് NDA ടൈമിൽ US-ന്റെയും ഇന്ത്യയുടെയും ആംഡ് ഫോഴ്സസ് ആണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന് ബെനിഫിറ്റ് കൊണ്ടുവരണം. നാഷണലായിട്ടും ജോഗ്രഫിക്കലും എല്ലാവർക്കും സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളതാണ് റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം. ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുക, ഹൈ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുക, കട്ടിംഗ് എനർജി കൊടുക്കുക, ന്യൂക്ലിയർ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, കോപ്പറേഷൻ കൊണ്ടുവരിക, ഏതൊക്കെ ഏരിയയിലാണോ റിയാക്ടർ വരിക അതൊക്കെ ചെയ്യുക. UPA ഗവൺമെന്റ് കോൾഡ് വാറിൽ അല്ലാണ്ട് ഒരു വിധത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ഫോറിൻ പോളിസി അണ്ടർ നരേന്ദ്രമോദിയുടെ ഒരു ലീഡർഷിപ്പ് വരും. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിസിറ്റ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പവർ വഴി നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചൈനയുടെ ഹാർഷ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ ബോർഡറിനെ അതിർത്തിയിൽ പതുക്കെ നുഴഞ്ഞു കയറുക, അവിടെ കൊണ്ടുവന്ന് അവരുടെ ആർമീനെ, ബോർഡറിലുള്ള അവരുടെ ആർമീനെ കൊണ്ടുവന്ന് വെക്കുകയും അവിടെ അവരെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മളുടെ പീസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പീസിനെ അത് ഇന്ത്യൻ ബോർഡർ കൂടെ, നോമാൻ ലാൻഡ് കൂടെ അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ നമ്മൾ സാറ്റലൈറ്റിൽ കൂടെ കാണാൻ പറ്റും അവരുടെ ആർമിയുടെ മൂവ്മെന്റ്സ്. ഈ ആർമി മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ചുമ്മാണ്ടിരിക്കാൻ പോകുന്നില്ല. ഇന്ത്യ അവരെ റിട്ടാലിയേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പാകിസ്ഥാന്റെ ഒരു നമ്മളുടെ അവരുടെ ഫ്ലൈറ്റിൽ പിടിച്ചത് നമ്മുടെ ജനറൽ കൊണ്ടുപോയതും അവരുടെ കൺട്രോളിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസിയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത്രത്തോളം സഹനശക്തിയുള്ള ഒരു ഗ്രൂപ്പാണ്. ആ സഹനശക്തിയുള്ള ഗ്രൂപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഗവൺമെന്റിന്റെ എഫേർട്ട്. അപ്പൊ ഇന്ത്യ ആ എല്ലാ സോഫ്റ്റ് പവറും, നമ്മളുടെ ന്യൂക്ലിയർ പവർ, നമ്മളുടെ ആർമി പവർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത് വെച്ചാല് നമ്മളുടെ റിപ്പബ്ലിക് ഡേ ടൈമിലും നമ്മളുടെ ആർമി ഡിസ്പ്ലേ ഉണ്ടാവും. മൾട്ടി പോളാർ ലെവലിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചൈന ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ട്രൈങ് എത്രത്തോളം നമ്മൾ സഹായ സഹകരണങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യുന്നതാണ് നമ്മളുടെ പോളിസികൾ. അതിലാണ് നമ്മൾ ഊക്കം കൊടുത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് നോൺ അലൈൻമെന്റ് പോളിസികൾ വഴി നമ്മൾ രക്ഷിക്കുന്നു ഇന്ത്യയെ. നന്ദി, നമസ്കാരം.